ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്നേഹിതരെ, കാത്തലിക് മിററിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വലിയ സ്നേഹത്തോടെ മാത്യു അച്ഛനും ഞാനും ചേർന്ന് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതിന് നന്ദി പറയുന്നു. സമയമെടുത്ത് പ്രാർത്ഥനാപൂർവ്വം കാണുന്നതിന് നന്ദി പറയുന്നു. മാത്യു അച്ഛൻ്റെ എൻ്റെ ആഗ്രഹം ഇതെല്ലാവരും കത്തോലിക്കർ മാത്രമല്ല എല്ലാവരും കാണണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഒരു കത്തോലിക്ക കാഴ്ചപ്പാടിലൂടെ ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നതെങ്കിലും എന്താണ് കത്തോലിക്കാ സഭ, അല്ലെങ്കിൽ കത്തോലിക്കാ സഭയ്ക്ക് ഓരോ വിഷയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റ് മതസ്ഥർക്കും മറ്റ് സഭാവിശ്വാസികൾക്കും ദൈവവിശ്വാസമില്ലാത്തവർക്ക് പോലും ഇത് ഉപകാരപ്രദമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പരിചയത്തിൽ അങ്ങനെയുള്ള നിങ്ങളുടെ മറ്റ് മതസ്ഥർ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അവരിലേക്ക്, മറ്റ് സഭാവിശ്വാസികളിലേക്ക്, സെലിബ്രിറ്റികളിലൊക്കെ പരിചയമുള്ള അങ്ങനെയുള്ളവരിലേക്ക്, അച്ഛന്മാർ, നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവരിലേക്കും ഇത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ എപ്പിസോഡിലേക്ക് ഞങ്ങൾ വരികയാണ്. ഇന്ന് നമ്മൾ ഏത് വിഷയമായിരിക്കും സംസാരിക്കുന്നത്? വിശേഷ നമ്മുടെ ഈ സമൂഹത്തിൽ, നമ്മുടെ ഈ സമൂഹം എന്ന് പറഞ്ഞാൽ കേരള സമൂഹം മാത്രമല്ല, ആഗോള ലോക സമൂഹത്തിൽ പോലും വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് 2000-ന് ശേഷം, 2000-ന് മുമ്പ് വരെ നമ്മുടെ കുടുംബങ്ങളിൽ ഒരു പ്രത്യേക ഒരു രീതി ഉണ്ടായിരുന്നു. അത് കുടുംബനാഥൻ, കുടുംബനാഥ മക്കൾ. ഇപ്പോൾ കുടുംബനാഥനാണ് ഏതാണ്ട് കുടുംബത്തെ നയിച്ചുകൊണ്ട് പോകുന്നത്. നാഥയും അതിനോട് ചേർന്നുകൊണ്ട് കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നു. നാഥന് നാഥൻ്റേതായ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. എന്നാൽ ഏതാണ്ട് 2000-ന് ശേഷം ഇപ്പോൾ എന്താ പറയുക, പുരുഷന്മാർ ഇങ്ങനെ ആധിപത്യം പുലർത്തുന്നത് കൊണ്ട് അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, ഞങ്ങൾ അധ്വാനിക്കുന്നവരാണ്, ഞങ്ങൾക്ക് പുരുഷനോടൊപ്പം തുല്യ നീതി വേണം എന്നൊക്കെയുള്ള കാഴ്ചപ്പാട് പൊങ്ങി വന്നിരിക്കുകയാണ്. ഞങ്ങൾ മാത്രം അടുക്കളപ്പണി ചെയ്താൽ പോരാ, പുരുഷനും ചെയ്യട്ടെ, ഞങ്ങൾ പകുതി ചെയ്യാം, നിങ്ങൾ പകുതി ചെയ്യാം, അങ്ങനെയൊക്കെ പറയുന്ന ഒരു രീതിയിൽ, അതായത് പുരുഷൻ ഇത്രയും കാലം സ്ത്രീയെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾ ഭരിക്കപ്പെടാനുള്ളവരല്ല, ഞങ്ങൾക്കും തുല്യ നീതി വേണമെന്ന് വാദിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന സ്ത്രീകളുടെ എണ്ണം കൂടി വരികയാണ്. അതിനെ വേണ്ടി ശക്തിയുക്തം വാദിക്കുന്നവരെയൊക്കെ ഫെമിനിസ്റ്റുകൾ, തീവ്രമായ രീതിയിൽ വാദിക്കുന്നവരെയാണ് നമ്മൾ ഫെമിനിസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത്. എന്തായാലും ആ ഒരു കൾച്ചർ, ആ ഒരു ചിന്താധാര വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ, സഭയുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു സാമൂഹ്യ മാറ്റത്തെ നമ്മൾ എങ്ങനെ കാണണം എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അച്ഛന് ആദ്യം പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഒരു തമാശ പെടുന്ന മനസ്സിലേക്ക് വന്നേ. ഇപ്പം അതായത് പുരുഷന്മാരാണ്, ഭർത്താക്കന്മാരാണ് കുടുംബത്തിൻ്റെ നാഥൻ. അങ്ങനെയല്ല, ഇപ്പം ഭാര്യമാരാണ് നാഥ. പക്ഷെ ഇത് രണ്ടുമല്ല ഇപ്പം മിക്കവാറും കുടുംബങ്ങളിൽ. ഇപ്പം മക്കളാണ് നാഥന്മാരെന്ന് ഒരു കഥ വായിച്ച് കേട്ടതേ. അതെനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ, വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണെങ്കിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. ഒരു അപ്പൻ വരാന്തയിലിരിക്കുന്നു, ചെറിയ കുട്ടി മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കുട്ടി ഉറക്കെ കരയുന്നു. അപ്പം ചോദിച്ചു, എന്നാ മോനെ എന്നാ കരയുന്നത്, എന്ത് പറ്റി? അപ്പം കുട്ടി ഒരു മുറ്റത്തൊരു മണ്ണിര കിടപ്പുണ്ട്, എന്നെ കാണിച്ചിട്ട് പറഞ്ഞു. അപ്പം വിചാരിച്ചു ഇതിനെ കണ്ട് പേടിച്ചിട്ടാന്ന് വിചാരിച്ചു. അപ്പം കുട്ടി പറഞ്ഞല്ലേ, എനിക്കിതിനെ എടുത്ത് എനിക്കിതിനെ തിന്നണമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പന് സ്നേഹമാണല്ലോ. അപ്പം പറഞ്ഞു, മോൻ കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പം കൊച്ചു ഉറക്കെ കരഞ്ഞിട്ട് പറഞ്ഞു, ഇതിനെനിക്ക് ഒരു പ്ലേറ്റിൽ വെച്ച് തരണമെന്ന് പറഞ്ഞു. അപ്പനകത്ത് പോയി ഒരു പ്ലേറ്റിൽ വെച്ച് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അകത്തേക്ക് അപ്പം പ്ലേറ്റ് കഴുകി തുടച്ചു കൊണ്ടുപോയി മണരെ എടുത്ത് അതിനകത്ത് വെച്ച് കൊടുത്തു. മോൻ കഴിച്ചോളാൻ പറഞ്ഞു. ഉടനെ കുട്ടി വീണ്ടും ഉറക്കെ കരഞ്ഞു. അപ്പോൾ ചോദിച്ചു, നീ എന്തിനാ മോനെ കരഞ്ഞു, ഞാൻ നീ പറഞ്ഞ എടുത്ത് വെച്ച് തന്നില്ലേ? അപ്പോൾ കുട്ടി പറഞ്ഞു, ഇതിനെ 2ആയിട്ട് മുറിച്ച് തരണമെന്ന് പറഞ്ഞു. അപ്പനകത്ത് ഓടിപ്പോയി കത്തിയെടുത്ത് തുടച്ചെടുത്ത് കൊണ്ട് ഇതിനെ 2ആയിട്ട് മുറിച്ച് കൊടുത്തു. അപ്പോൾ കുട്ടി വീണ്ടും ഉറക്കെ കരഞ്ഞു. എന്താ മോനെ കരയുന്നേ? പറഞ്ഞു, ഇതിൻ്റെ ഒരു പീസ് അപ്പം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പനധികം സ്നേഹമല്ലേ, മകനോടുള്ള സ്നേഹം കാരണം എന്തും ത്യാഗത്തെ എന്നുള്ളതുകൊണ്ട് അപ്പൻ്റെ പീസ് എടുത്ത് കഴിച്ചു. ഉടനെ കുട്ടി ഉറക്കൊരു നിലവിളി. അപ്പം മോൻ എന്തിനായി കരയുന്നത്, നീ പറഞ്ഞെടുത്ത് കഴിച്ചില്ലെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വെച്ച പീസ് എടുത്ത് അപ്പം കഴിച്ചതെന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ അപ്പൻ അടുത്ത ഓപ്ഷൻ എന്നാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ തമാശ രീതിയിൽ പറഞ്ഞെങ്കിൽ തന്നെയും ഈ അച്ഛൻ പറഞ്ഞതുപോലെ മാറി മാറി വരുന്ന, ഓക്കെ, പിന്നെ എപ്പോഴും പരിണാമത്തിന് വിധേയമാണ് സത്യം എന്നൊക്കെയുള്ള ഒരു കാര്യമുണ്ട്. സത്യം എൻ്റെ ഒരു അബ്സല്യൂട്ടിലേക്ക് പോകുമ്പോൾ പരിണാമമൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ അതിൻ്റെ അകത്തെ ആ കാമ്പ് കളയാതെ എപ്പോഴും എൻ്റെ യാത്ര. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ മുമ്പുണ്ടായിരുന്നത്
ഭർത്താവ് ശിരസ്സായിരിക്കുന്നു, ഭാര്യ തൊട്ട് താഴെ വിധേയപ്പെട്ട് നിൽക്കുന്നു, അവർക്ക് കീഴെ മക്കൾ നിൽക്കുന്നു. അങ്ങനെ മനോഹരമായൊരു കാഴ്ചയും കാഴ്ചപ്പാടുമായിരുന്നു. ഇത് കത്തോലിക്കരുടെ മാത്രമല്ല, ഇത് ലോകത്തിൽ തന്നെ ലോകത്തിൻ്റെ എല്ലാ മതങ്ങളിലും സംസ്കാരങ്ങളിലും അതാണ് ഉണ്ടായിരുന്ന സംവിധാനമായിരുന്നത്. അപ്പോൾ അതിന് ഇപ്പം അച്ഛനെ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പ്രകൃതി തന്നെ ഉണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് കോഴി അങ്ങ് അടവച്ചിറക്കാമെന്ന് വിചാരിക്കുക. കുറച്ച് കോഴി അടവച്ചിറക്കി, അപ്പോൾ ഒരു 8-10 കുഞ്ഞുങ്ങൾ പുറത്ത് വന്നു. അത് പതുക്കെ വളർന്നു കഴിയുമ്പോൾ ശ്രദ്ധിച്ചേ, അതിനകത്തുള്ള പൂവൻ കോഴിയുടെ പുറകെ പിടക്കോഴി തന്നെ അങ്ങ് പോകുന്ന കാണാം. ആരും ക്ലാസ് കൊടുത്തിട്ടല്ല. അതൊരു മനസ്സിലാവുന്നൊരു കാര്യം, ദൈവം പ്രകൃതി തന്നെ വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണിത്. ഇപ്പോൾ അതിൻ്റെ കാരണം ഇപ്പം നമ്മുടെ രാജ്യത്ത് പൗരൻ എന്ന നിലയിലെ പ്രധാനമന്ത്രിയും നമുക്കും തുല്യ പൗരത്വമാണ് ഉള്ളത്. പക്ഷേ നമ്മളെ വേണ്ടി നയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് പ്രത്യേകമായ ശുശ്രൂഷ, ഒരു പ്രത്യേക പദവി കൊടുത്തിരിക്കുകയാണ്. ആ പദവി അനുസരിച്ച് മുകളിലാണ്. അഭിമന്യ പിതാക്കന്മാരും നമ്മളും സഭയിലുള്ള വിശ്വാസികളും രാജകീയ പൗരോഹിത്യ നിലയിൽ തുല്യരാണ്. പക്ഷേ രാജകീയ പൗരോഹിത്യമുള്ളവരെ നയിക്കാൻ വേണ്ടി പ്രത്യേകമായ പൊസിഷൻ അവർ കൊടുത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞതുപോലെ കുടുംബത്തിൽ ഭർത്താവും ഭാര്യയും തുല്യരാണ്. അവരുടെ ആത്മാക്കൾക്ക് ഒരേ വിലയാണുള്ളത്, ഒരുപോലെ അവകാശം അവർക്കുണ്ട്. പക്ഷേ ആ കുടുംബത്തിൻ്റെ സുസ്ഥിതിക്ക് വേണ്ടി ദൈവം ഒരു പ്രത്യേകമായൊരു അല്പം മുകളിലൊരു സ്ഥാനം അവർ കൊടുത്തിരിക്കുകയാണ്. ഒരു കുടുംബനാഥൻ, ആ പേരിൽ തന്നെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ സ്ഥാനം കൊടുത്തിരിക്കുകയാണത്. അപ്പോൾ അതൊരു നേരത്തെ പറഞ്ഞതുപോലെ അത് സംസ്കാരങ്ങളിലൂടെ കൈമാറി വന്ന് സഭയുടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ആ ദൈവവിശ്വാസത്തിൽ തന്നെ അടികുറച്ച ഒരു യാഥാർത്ഥ്യമാണ് ഇപ്രകാരമുള്ള ഒരു നിലപാട്. അതായത് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്, ക്രിസ്തു ശിരസ്സും സഭ ശരീരമായിരിക്കുന്നത് പോലെ ഭർത്താവ് ശിരസ്സും ഭാര്യ ശരീരമായിരിക്കണം എന്നുള്ള ആ രീതിയിൽ. അപ്പോൾ ഒരു ചെറിയൊരു തലഭാഗം. അപ്പം ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, ഒരു ശരീരത്തിന് എത്രമാത്രം സൗന്ദര്യമുണ്ടെങ്കിലും തലയില്ലെങ്കിലോ എല്ലാ സൗന്ദര്യം പോയി. അപ്പം ഭർത്താവ് എത്രമാത്രം കഴിവുള്ളവളാണെങ്കിൽ, പക്ഷേ ഭാര്യ ഭർത്താവിനേക്കാൾ കഴിവ് കാണും, മനസ്സിലായില്ലേ? എങ്കിൽ തന്നെ ദൈവം വെച്ചിരിക്കുന്ന ആ ഒരു ശരിയായ രീതിയിൽ ഒരു കത്തോലിക്ക കുടുംബം എന്ന രീതിയിൽ ശരിയായിട്ട് മുന്നോട്ട് ദൈവം വെച്ചിരിക്കുന്ന ക്രമമാണത്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ബൈബിളിലുണ്ട്. നമുക്കറിയാം, തീർച്ചയായിട്ടും യോസേപ്പ് പിതാവിനേക്കാൾ വലിയ ആൾ പരിശുദ്ധ അമ്മയാണ്, അമലോത്ഭവയാണ്, ദൈവമാതാവാണ്, ഒക്കെ നമുക്കറിയാം. പക്ഷേ യോസേപ്പ് പിതാവും മാതാവും ഉണ്ണീശോയൊക്കെയുള്ള സമയത്ത് നമുക്കറിയാം ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ട ആവശ്യം വരുന്നു, തിരിച്ചു വരേണ്ട ആവശ്യം വരുന്നു. അവിടെയെല്ലാം ഈ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ സന്ദേശം ലഭിക്കുന്ന യോസേപ്പ് പിതാവിനാണ്. എന്താ മാതാവിന് കൊടുക്കാതിരുന്നത്? അല്ലേ? കുറച്ചുകൂടി ദൈവവുമായിട്ട് ബന്ധമുള്ള ആൾ മാതാവല്ലേ, പരമപരിശുദ്ധിയല്ലേ. പക്ഷേ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും, എല്ലാ പ്രാവശ്യവും ആ കുടുംബത്തെ സംബന്ധിച്ചുള്ള സന്ദേശം ലഭിക്കുന്ന യോസേപ്പ് പിതാവിനാണ്. അപ്പം കൃത്യമായ രീതിയിൽ തന്നെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരികയാണ് കുടുംബത്തെ. അതെന്താ പറഞ്ഞത്, പിന്നെ യോസേപ്പ് പിതാവിനേക്കാൾ മിടുക്കിയാണ് മാതാവ്, എന്നിട്ടും ശിരസായിട്ട് യോസേപ്പിനെ വെച്ചിരിക്കുകയാണ്. അപ്പം ഒരു ഭാര്യയ്ക്ക് എന്തുമാത്രം കഴിവും അങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെയും ആ ഭാര്യ പോകുന്നത് ശരിയായ ട്രാക്കിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥമായ തെളിവ് ഈ ഭർത്താവിന് ഈ രീതിയിൽ വിധേയപ്പെട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഭാര്യയ്ക്ക് അവകാശമുണ്ട്. ഭാര്യയ്ക്ക് ഇപ്പം ഭർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വിധേയത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയാനുള്ള അവകാശം, കടമയുണ്ട്, പറയാവുന്നതാണ് ആ രീതിയിലൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഈ കാലഘട്ടത്തിൽ കണ്ടുവരുന്ന സമത്വത്തിൻ്റെ പേരിൽ പുരുഷന്മാർ പിന്നെ തുണിയിടുന്നവല്ല, തുണിയിടാൻ ശ്രമിക്കുന്നു, വെറുതെ പോഷ്കാണത്. ആവശ്യം എന്ന് പറഞ്ഞാൽ ഡ്രസ്സിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഞങ്ങൾ പുരുഷന്മാർക്ക് തുല്യരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ഉള്ള ആ ഒരു ശ്രമങ്ങൾ തുല്യരാണ് ഓൾറെഡി. ഇനി അധികം ചെയ്യേണ്ട ആവശ്യമില്ല. ചില സമയത്ത് എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മുടെ സഭയിൽ, നമ്മുടെ ലോകത്തിൻ്റെ സംവിധാനം, ഇപ്പം നമ്മൾ സ്ത്രീ പുരുഷന്മാർ, ആദ്യം 6 പേരെ പറഞ്ഞത്, സ്ത്രീ പുരുഷന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ, എല്ലാം ഇവരുടെ പേരിലാണ് പണ്ട് തൊട്ട് എല്ലാം ആദ്യം അറിയപ്പെടുന്നത്. ബസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പുരുഷന്മാർക്ക് എന്തെങ്കിലും സംവരണ സീറ്റുണ്ടോ? ഇല്ല. പണ്ട് തൊട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇവർക്ക് ഇതെല്ലാം ഉള്ളത്. ഞാനിത് പറയുമ്പോഴേ വേറെ കാര്യം കൂടെ ഓർക്കുന്നത്, പുരുഷന് അധികാരം കൊടുത്തിട്ടുണ്ടെന്നുള്ളത് മാത്രമല്ല, ചോദ്യം വരുന്നതും പുരുഷനോടാണ്. അതായത് ആദ്യം നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ടല്ലോ, ഹവ്വയാണ് യഥാർത്ഥത്തിൽ ആ പഴം പറിച്ച് എടുത്തതും കഴിച്ചിട്ടാണ് ആദത്തിന് കൊടുത്തത്. പക്ഷെ ദൈവം ഹവ്വയോടല്ല ചോദിച്ചത്,
അപ്പൊ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോദ്യം വരുന്നതും ആരോട് തന്നെയാ? അതെ അതെ ആദത്തോടാണ് ചോദിച്ചത്. അപ്പം യഥാർത്ഥത്തിൽ ഹവ്വയോടായിരുന്നു ചോദിക്കേണ്ടത്. പക്ഷേ ചോദ്യം വന്നത് ആദത്തോടാണ്. അവിടെ ഒരു ഉത്തരവാദിത്വം ഒരു വേറൊരു തലത്തിൽ, ഒരു പണിഷ്മെന്റ് തലത്തിലും ആദത്തിനായിരുന്നു. അതിൻ്റെ കാരണം പതിയായിട്ടുള്ളതേ ഈ കെട്ടിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അതായത് പിന്നെ ആദത്തിന് ഡബിൾ ഡ്യൂട്ടി ഉണ്ട് ഞാൻ കൊടുത്തിരിക്കുകയാണത്. ഒന്ന്, ആദത്തിൻ്റെ സ്വന്തം ആത്മരക്ഷ ഉറപ്പാക്കുന്നത് തന്നെ ഹവ്വയെ കൂടി സംരക്ഷിക്കേണ്ട ഒരു കടമയുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും ഇന്നത്തെ കാലത്തും അത് അറിവില്ലായ്മ കൊണ്ട് ഒരുപക്ഷെ ഭാര്യമാരോ സ്ത്രീകളോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരൊക്കെ ചിന്തിക്കുന്നത് അരി മേടിച്ചു കൊടുക്കുക, തുണി മേടിച്ചു കൊടുക്കുക, വീട് വെച്ച് കൊടുക്കുക, ഇതിലാണ് സംരക്ഷണം അടങ്ങിയിരിക്കുന്നുള്ള കാര്യമാണ്. അതൊരു ആത്മാവാണ്, ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്നൊരു തലത്തിൽ നോക്കിക്കഴിയുമ്പോൾ വളരെ ചെറിയ കാര്യമാണ്. ഭാര്യയ്ക്ക് ഒരു ഭർത്താവ് കൊടുക്കുന്ന ഏറ്റവും വലിയ സംരക്ഷണം അവിടെ ആത്മാവിൻ്റെ സംരക്ഷണമാണ്. അതാണ് ഉൽപ്പത്തി കാണിച്ച് അവിടെ ആ ഒരു പ്രതീകം വഴി കാണിച്ചു തരുന്നത് തന്നെ. അതായത് സാത്താൻ വന്ന് ഇവിടെ പഴം പറിച്ചതിൻ്റെ അർത്ഥം എന്താണ്? ഹവയുടെ ആത്മാവിനെ നശിപ്പിച്ചു അല്ലേ? അപ്പം ഹവയുടെ ആത്മാവിനെ പിശാച് നശിപ്പിക്കാത്ത രീതിയിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആദ്യത്തിന് കടമയായിരുന്നു ഭർത്താവ് നിലയിൽ. അതുകൊണ്ടാണ് പുള്ളിയെ പിടിച്ചതിൻ്റെ കാരണം ആ രീതിയിൽ. ഇപ്പം കുടുംബത്തിലിപ്പോൾ ഭർത്താവിന് അധികാരം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ആജ്ഞാപിക്കാൻ വേണ്ടിയല്ല, സംരക്ഷണത്തിന് വേണ്ടിയാണ്. കാരണം നമുക്കറിയാം പിന്നെ സ്ത്രീക്കും പുരുഷനുമുള്ള ശാരീരിക പ്രത്യേകതകളും കൂടുതൽ ആരോഗ്യ ദൃഢഗാത്രം അങ്ങനെയുള്ളൊരു ശരീരപ്രകൃതിയും എല്ലാം നോക്കുമ്പോൾ കുറച്ചുകൂടെ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളേ. അപ്പോൾ അതുകൊണ്ടൊരു അധികാരസ്ഥാനം എന്നുള്ളത് ഒരു ഈശോനെ പറഞ്ഞ ഭാഷ അധികാരം എപ്പോഴും ഈശോയുടെ ഭാഷയിൽ അധികാരം ശുശ്രൂഷിക്കാൻ വേണ്ടിയാണല്ലോ. ആ ശുശ്രൂഷ പ്രധാനമായിട്ടും ആത്മീയ തലത്തിലേക്ക് കൂടി നീങ്ങേണ്ടതാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ പൊതുവെ സംസാരിക്കുമ്പോൾ എല്ലാ ഭർത്താക്കന്മാരെയും പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഭാര്യയ്ക്ക് മേലെ പ്രത്യേകമായൊരു അധികാരം പോലെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ്. പ്രധാനമായിട്ടും ഒരു ആത്മാവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ്. നമ്മൾ കണക്കെടുപ്പ് നടത്തുമ്പോൾ നമ്മൾ വിവാഹം കഴിഞ്ഞ് 10 വർഷമായി, ഭാര്യയെ നോക്കി ഓക്കെ എന്തുമാത്രം എൻ്റെ കൂടെ വന്നതിന് ശേഷം ദൈവത്തെക്കുറിച്ചും ദൈവികമായ കാര്യങ്ങളെക്കുറിച്ചും അവബോധമുള്ളവളാക്കാൻ, കൂടുതൽ ആത്മീയ കാര്യങ്ങൾ താല്പര്യമുള്ളവളാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നതിലാണ് ഭർത്താവിൻ്റെ അധികാരം എന്തോന്ന് വിനിയോഗിച്ചത് അടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ വേറൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത്, ഭർത്താക്കന്മാർ കിട്ടിയ അധികാരം പലപ്പോഴും അവരുടെ തന്നിഷ്ടം നിറവേറ്റാൻ വേണ്ടി അവർ അധ്വാനിക്കുന്നു, കള്ളു കുടിക്കുന്നു, പുക വലിക്കുന്നു, അവർ തോന്നിയ വഴിക്ക് ഇറങ്ങി നടക്കുന്നു. എന്നാലും ഭാര്യയുടെ വീട്ടിലേക്ക് ഭാര്യയുടെ അപ്പനൊരു അസുഖമായിട്ടൊന്ന് കാണാൻ പോകണമെങ്കിൽ പോലും ഭർത്താവിന് അനുമതി വേണം. അപ്പം എൻ്റെ അപ്പനെയും അമ്മയും നോക്കാനായിട്ട് നീ വന്നിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള എൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ വന്നിരിക്കുന്നു, ഞാൻ പറയുന്നത് നീ കേട്ടോണം. സമ്പത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും ഭർത്താവ് ഇഷ്ടമുള്ള പോലെ ചെലവഴിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില അടിച്ചമർത്തലുകൾ കഴിഞ്ഞ തലമുറകളിൽ സ്ത്രീകൾ നേരിട്ടിരുന്നത് കൊണ്ടാണോ ഈ ഒരു റിയാക്ഷൻ പാറ്റേൺ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ സ്ത്രീകൾ എടുക്കുന്നത്? ഞങ്ങൾ ഇനി അവൻ അടിച്ചു ഭരിക്കണ്ട. അപ്പോൾ പുരുഷന്മാരുടെ ഭാഗത്ത് ചിലപ്പം വീഴ്ച വന്നിട്ടില്ലേ? തീർച്ചയായിട്ടും. അത് അച്ഛൻ ആദ്യം നമ്മൾ ചർച്ച തുടങ്ങിയ സമയത്ത് അച്ഛൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. പക്ഷേ ഞാൻ മറന്നുപോയിരുന്നു. ഇപ്പോൾ അച്ഛൻ വീണ്ടും ഓർമ്മിച്ചത് അത് തന്നെയാണ് സംഭവിച്ചേക്കുന്നത്. എപ്പോഴും ഇപ്പം ഫണ്ടമെൻ്റലിസം അത് കൂടി കഴിയുമ്പോൾ ലിബറലിസം വരും. ഇതെപ്പോഴും ഇത് സ്വാഭാവികമായ കാരണം മനുഷ്യന് കുറവുള്ളവരായിരിക്കുന്നത് കൊണ്ട് ഒരു നെഗറ്റീവ് കാര്യം സംഭവിച്ചു കഴിയുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടുന്ന ശ്രമങ്ങൾ വീണ്ടും ഒരു ഓപ്പോസിറ്റ് ആകാൻ സാധ്യതയുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ പറഞ്ഞത് ശരിയാണ്. കാരണം നമ്മളെ കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകളിലൊക്കെ ഇപ്പോഴത്തെ സെമിറ്റിക് മതങ്ങളിലൊക്കെ ഇപ്പോഴും നമുക്കറിയാം അങ്ങനെയുള്ള മതങ്ങളിലൊക്കെ സ്ത്രീകൾക്കുള്ള താഴ്ന്ന സ്ഥാനം കൊടുക്കുന്നു. ചില രാജ്യങ്ങളിലൊക്കെ ഒന്നും ഒരു സ്ഥാനമില്ല. ഏതൊരു രാജ്യത്ത് സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത് കഴിഞ്ഞ വർഷമാണ് ഞാൻ കേൾക്കുകയുണ്ടായി. അവകാശമില്ലായിരുന്നു, പഠിക്കാൻ വേണ്ട അങ്ങനെയില്ല. അങ്ങനെയൊരു സെമിറ്റിക് മതങ്ങളിലെല്ലാം തന്നെ സ്ത്രീകൾക്ക് ആത്മാവില്ല എന്ന പോലെ കാഴ്ചപ്പാടുള്ള അങ്ങനെയൊക്കെ വന്നേ. അപ്പോൾ എത്ര ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ കഴിവുകളും ശേഷികളുമാണ് വെറുതെ ആയി പോയത്. എത്ര പോയത് ഇത് നമുക്ക് ചിന്തിച്ച് കഴിയുമ്പോഴേ. കാരണം കാലങ്ങൾ മുന്നോട്ട് പോയി സ്ത്രീകൾ പൊതുധാരയിലേക്ക് വന്ന് അവരവരുടെ കഴിവുകൾ പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് പുരുഷന്മാർക്ക് സാധാരണ ഭാഷ പറഞ്ഞ കട്ടയ്ക്ക് നിൽക്കാവുന്ന രീതിയിലുള്ള ഇപ്പോൾ മദർ തെരേസ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർക്ക് തുല്യം നിൽക്കുന്ന പുരുഷന്മാരുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി തുല്യത്തെ പുരുഷന്മാർ എന്നിലുണ്ടായിരുന്നു. അപ്പം സ്ത്രീകൾ പ്രവർത്തിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ അവർ തെളിയിച്ചുകൊണ്ട് ഇരിക്കുന്നു തങ്ങൾ പുരുഷന്മാരെക്കാൾ ഒട്ടും പിന്നോക്കമല്ല തെളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ റിവെഞ്ച് എന്ന് പറഞ്ഞാൽ അറിയാതെ പോലും നൂറ്റാണ്ടുകളായി തങ്ങളെ അടിമത്തത്തിൽ ഇട്ടിരിക്കുന്നതിൻ്റെ അത് തിരിഞ്ഞ് പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങി. അതിൽ പറഞ്ഞ മലയാള ഭാഷ പറഞ്ഞ മറുകണ്ഠം ചാടുന്ന അവസ്ഥയിലേക്ക് വന്നാണ് സ്ത്രീ പുരുഷ സമത്വത്തിലേക്ക് ചിന്ത കൊണ്ടുവന്ന് പിന്നെ അത് മുകളിലേക്ക് കയറി ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്താണ്?
ഇപ്പം പുരുഷന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യം വന്നിരിക്കുകയാണ്. അതെ. ആ ഇപ്പൊ ഏതൊരു നിയമവും സ്ത്രീക്ക് അനുകൂലമാണ്. അല്ല ഒന്ന് വന്നത് സോഷ്യൽ മീഡിയയിൽ അത് നമ്മൾ കാണുന്നുണ്ടിരിക്കുകയാണ്. ആ അനുകൂലമായിട്ട് നല്ലതാ. പക്ഷേ സ്ത്രീകളെപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞു തുടങ്ങിയെടുത്ത് ഞാൻ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം, സ്ത്രീ പുരുഷന്മാർ മാതാപിതാക്കൾ എന്നൊക്കെ പറഞ്ഞല്ലോ, അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അങ്ങനെ ആ വാക്കുകൾ തന്നെ ഒത്തിരി സൂചിപ്പിക്കും. ഇപ്പോൾ ഉദാഹരണം സ്ത്രീകൾക്ക് ബസ്സിൽ പിന്നെ സംവരണം, അതൊക്കെ അതുകൊണ്ട് നമ്മൾ ഒത്തിരിയേറെ അങ്ങനെ ഒരു സംവരണം കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളെ തന്നെ നിങ്ങളെന്തോ ദുർബലയാണെന്ന് സമൂഹം അംഗീകരിക്കുന്നതിൻ്റെ ഒരു തെളിവാണത്. അതുകൊണ്ട് സമൂഹം നിങ്ങൾക്ക് പ്രത്യേകമായ നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ തന്നെ മനസ്സിലാക്കിക്കൊള്ളണം നിങ്ങൾ ദുർബലയാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുകയാണ് അവിടെ. അതുകൊണ്ട് പുരുഷന്മാർക്കുള്ളത്ര നിയമം ഞങ്ങൾക്ക് മതിയെന്ന് ചിന്തിക്കുന്നതാണ് നിങ്ങളുടെ ബലത്തിൻ്റെ ആധാരം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമങ്ങളെല്ലാം സ്ത്രീകൾക്ക് അനുകൂലമാക്കി എടുക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടത്ര ബലമില്ലാത്തതുകൊണ്ട് അവരെ താങ്ങാൻ വേണ്ടി നിയമം കൊടുത്തേക്കാം. സ്വയം ബലമുള്ളതെന്ന് പറയുകയും ചെയ്യുന്നു, എന്നാൽ നിയമത്തിന് ആനുകൂല്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. നേരെ മറിച്ച് ഈ കാര്യത്തിൽ സ്ത്രീകൾ തന്നെ കുറച്ച് മുന്നോട്ട് വന്ന് ഇപ്പം തന്നെ ഓർത്ത് നോക്കി. ഇപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നേ, ഇപ്പം പുരുഷന്മാർക്ക് സ്ത്രീകളോട് ഒരുമിച്ച് ചേർന്ന് എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ അപ്പോഴും പേടിയായിത്തീരുന്നു. ഒരു സർഗാത്മകമായ ഒരു കാര്യത്തിലേക്കാണെങ്കിൽ തന്നെയും പേടിയായി തീർന്നു. ഇനി ഇതേക്കുറിച്ച് ഇനി അടുത്ത് എന്താ കമൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, തങ്ങൾക്ക് എന്നാ സംഭവിക്കുന്നത്, ഒരു ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലേ ഒരു ഭയത്തോടു കൂടിയുള്ള ഒരു അങ്ങനെ അവസ്ഥയിലേക്ക് പരസ്പര പൂരകം വന്നതിനും പകരമായിട്ട് പരസ്പരം ഒരു അകന്നു പോകുന്ന അവസ്ഥയിലേക്ക് വന്നു. ആ കാര്യം ശരിയായി പറയുന്ന പോലെ തന്നെ പുരുഷന്മാർ ആധിപത്യം കൊണ്ട് അവരുടെ പല പല കാരണങ്ങൾ സ്ത്രീകളെ ചൂഷണം ചെയ്യുകയും അവർക്കെതിരെ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾക്കെതിരെ ചിന്തിക്കാൻ ശ്രമിച്ച് പ്രവർത്തിക്കാൻ ശ്രമിച്ച് വന്നു നിൽക്കുന്ന ഇപ്പോൾ പുരുഷന്മാർക്ക് അനങ്ങാൻ മേലാത്ത രീതിയിലേക്കാണ്. അത് സമൂഹത്തിന്, കാരണം സമൂഹത്തിൻ്റെ സിസ്റ്റം നമ്മൾ പറഞ്ഞതുപോലെ പുരുഷന്മാർ അല്പം മുകളിൽ ഒരു ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നൊരവസ്ഥയിലാണ് സമൂഹം പോകേണ്ടത്. അപ്പോൾ ആ ഒരു ക്രമം തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവൻ താളം തെറ്റും. കാരണം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് സിസ്റ്റേഴ്സിൻ്റെ തന്നെ നമ്മുടെ കോൺവെൻറ്റുകളിലൊക്കെ ഒരു അച്ഛനെ കൊണ്ട് ചാപ്ലിൻ്റെ വെച്ചിരിക്കുക. അത് മുമ്പ് ഞാൻ വിചാരിക്കുന്നത് വെറുതെ കുർബാന എല്ലാം വേണ്ടി മാത്രമല്ലത്, അതൊരു സൂചന കൂടിയാണത്. അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്ത്രീ നല്ല കഴിവുള്ള സിസ്റ്റേഴ്സ് ഉള്ളപ്പോൾ തന്നെയും അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുരുഷൻ്റെ ഒരു സാന്നിധ്യങ്ങൾ ഉണ്ടാകട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ എല്ലായിടത്തും തന്നെ പ്രകടമാണത്. മഠത്തിൽ മാത്രമല്ല, അത് പല സ്ഥാപനങ്ങളും അത് നടത്തിക്കൊണ്ട് പോകുന്ന മെയിനായിട്ട് സിസ്റ്റേഴ്സ് ആണെങ്കിലും അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ വരുന്നത് വൈദികരായിട്ട് വരും. അപ്പോൾ പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോൾ വേറൊരു ചോദ്യം കൂടെ അവിടെ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ സഭ സ്ത്രീകൾക്ക് വേണ്ടി എത്രമാത്രം നിലകൊള്ളുന്നുണ്ട് എന്ന് പറയുമ്പോഴും സിസ്റ്റേഴ്സിനെയൊക്കെ ഒരു രണ്ടാം തരക്കാരായിട്ടല്ലേ വൈദികരുടെ ഒപ്പം ഇരുത്തുന്നുണ്ടോ? ഇല്ലല്ലോ, അവർക്ക് പൗരോഹിത്യം കൊടുക്കുന്നില്ലല്ലോ. ഈ ക്ലാസ് ആരംഭിച്ചപ്പോൾ മനസ്സിലാക്കി എന്താ വന്നത്, ദൈവത്തിന് ഒരു സ്ത്രീയായിട്ട് അവതരിച്ചാൽ പോരായിരുന്നു, എന്തിനൊരു പുരുഷനായിട്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് ബാലൻസ് ചെയ്ത് മനസ്സിൽ ചിന്ത കൊണ്ട് ആദിഭാവം നമ്മൾ ആദത്തിലാണ് ആരോപിക്കുന്നത്. അപ്പോൾ ഒരു പുരുഷൻ വഴി വന്ന പാപം ഒരു പുരുഷൻ തന്നെ ഏറ്റെടുത്ത് വേണ്ടി എങ്കിൽ തന്നെയും സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്നാണല്ലോ സഭയിൽ സിസ്റ്റം എല്ലാം രൂപം കൊണ്ടത്. അപ്പം ഈശോ നമുക്ക് കാണിച്ചു തന്നതും ഈശോ അത്ര അപ്പോസ്തലനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ ആ നാട്ടിലെ സ്ത്രീകളൊന്നും ഇല്ലായിട്ടൊന്നും അല്ല. യുദാസ് കറിയത്തെയൊക്കെ ഈശോ അകത്ത് കയറ്റിയ സമയത്ത് തീർച്ചയായിട്ടും സ്ത്രീകളൊക്കെ അപ്പുറത്തുണ്ട്. അപ്പോൾ ഈ സ്ത്രീകളെ ഒഴിവാക്കി പുരുഷന്മാരെ തന്നെ അത് ഈശോയാണല്ലോ, ദൈവം തന്നെയാണ് ഈശോ തിരഞ്ഞെടുത്തു എങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ജ്ഞാനത്തിൽ എന്തോ ഒരു കാരണം കൊണ്ട് സ്ത്രീകൾ ഈശോ ആഗ്രഹിക്കുന്നില്ല. അത് അക്സെപ്റ്റ് ചെയ്യേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ത്രീകളെ അതിനകത്ത് കയറ്റാൻ നമ്മൾ മനസ്സുകൊണ്ടും ചിന്തകൊണ്ടും ഒന്നും കാനലോയ്ക്കകത്ത് മാറ്റി ഇടാൻ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, ഉണ്ടാകുകയില്ല അത്. അപ്പോൾ അത് ഈശോ ഒരിക്കലും അത് ചെയ്തില്ല. സഭയുടെ പാരമ്പര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്താ കാരണം എന്നൊക്കെ ഉള്ളൂ. ഞാനും കഴിഞ്ഞൊരു ധ്യാന സമയത്ത് ആരോട് ചോദിച്ചപ്പോൾ ഞാൻ തമാശയായിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞ സ്ത്രീകൾ വഴക്കുണ്ടാക്കിയായിരുന്നു. ഞാൻ പറഞ്ഞു കുമ്പസാര രഹസ്യമൊക്കെ നിങ്ങളൊന്ന് കുമ്പസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തിറങ്ങി പോയിട്ട് വല്ലതും പറയുമെന്നൊക്കെ ഞാൻ തമാശ പോലെ പറഞ്ഞു. ഒരുപക്ഷെ സ്ത്രീകൾക്കുള്ള ആ ദൈവം ഓരോരുത്തർ പ്രകൃതിയല്ല കൊടുത്തിരിക്കുന്നത്, സ്ത്രീ പ്രകൃതി പുരുഷ പ്രകൃതി. അപ്പോൾ അവരുടെ ആ ഒരു പ്രകൃതി അനുസരിച്ച് ഒരുപക്ഷെ ഞാൻ കർത്താവ് സഭയിൽ നൽകിയിരിക്കുന്ന കുദാശികൾ അല്ലെ സഭയിലെ ആ ഒരു ഭരണ സംവിധാനത്തിലൊക്കെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ അത് വേണ്ടെന്ന് ദൈവം വെച്ചിട്ടാണത്. അപ്പോൾ എന്തായാലും അതിന് മാറ്റം, രണ്ടാം വരെ ഇനി മാറ്റം ഉണ്ടാകുകയില്ല. കാരണം അത് സുവിശേഷങ്ങളുടെ അടിസ്ഥാനമില്ല, സഭയുടെ പാരമ്പര്യ അടിസ്ഥാനമില്ലാത്തത് കൊണ്ട് അതൊരു എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യമാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളത്.
പക്ഷെ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കാര്യം ഇപ്പം ഇങ്ങനെ സ്ത്രീകൾക്ക് സമത്വം വേണമെന്നൊക്കെയുള്ള വാദം വരുമ്പോഴും ശരിക്കും നമ്മൾ സ്ത്രീകളോട് ആത്മാർത്ഥമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവർ പറയും ഞങ്ങളെ ശരിക്കും നയിക്കുന്ന ആൾക്കാരായിരിക്കണം ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളതാണ് ആഗ്രഹിക്കുന്നത് എന്ന് ശരിക്കും അവരോട് സംസാരിച്ചാൽ ഇത്ര ബോധവും വിവരവും ഉള്ളവര് പറയുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അവരുടെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ, അവരെ വിലമതിക്കുന്ന, അവരുടെ സ്ത്രീത്വത്തെ വിലമതിക്കുന്ന, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, എന്താ പറയുക, അവരെ കെയർ ചെയ്യുന്ന ഒരു ഭർത്താവാണെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിൽ നയിക്കപ്പെടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള ആശയം പല സ്ത്രീകളും ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഒരു വിഷയം ഞാൻ പലരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ നമ്മുടെ കുടുംബനാഥന്മാര് വരുത്തേണ്ട ചില മാറ്റങ്ങളുണ്ട്. വിചേട്ടൻ ആദ്യം പറഞ്ഞ ഒരു ചിന്തയുണ്ടല്ലോ, ഒരു പെടയും പൂവിനും ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പൂവിൻ്റെ പുറകെ പെട പോകുന്നു എന്നത് പ്രകൃതിയിൽ കാണുന്നതാണ്. അപ്പോൾ ഈ ഒരു ചിന്ത ബൈബിളിലെ തുടക്കത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് ഹവ്വയ്ക്ക് ഒരു ചെറിയ പണിഷ്മെൻ്റ് എല്ലാം കൊടുത്തതിന് ശേഷം ദൈവം തന്നെ പറയുന്നുണ്ട്, എങ്കിലും നിനക്ക് അവനിൽ അഭിലാഷം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് പുരുഷനോടൊരു ഇഷ്ടം, ആ രീതിയിലുള്ള പെരുമാറ്റം പുരുഷൻ സ്ത്രീക്ക് കൊടുക്കണം. അതായത് അവൾക്ക് സന്തോഷവും സമാധാനവും സ്നേഹവും കരുതലും ഞാൻ കൂടെയുണ്ട് എന്ന ആ ഒരു ബോധ്യവും, ഈവൻ ലൈംഗികതയുടെ തൃപ്തിയിൽ പോലും, സെക്സിൻ്റെ ആ മേഖലയിൽ പോലും പുരുഷൻ്റെ കയ്യിൽ ഒരു ഉപകരണമല്ലാതെ സ്ത്രീയെ പരിഗണിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ വിനിമയമായിട്ട് മാറും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പുരുഷന്മാരോട് സ്ത്രീകൾക്കുണ്ടാകുന്ന മറ്റൊരു പ്രധാന അതൃപ്തി എന്ന് പറയുന്നത് ഇവരെ കേൾക്കാൻ ഈ പുരുഷന്മാർ തയ്യാറാകുന്നില്ല. അവർക്ക് പല സൗഹൃദങ്ങളുണ്ട്, പുറത്തുള്ള ബന്ധങ്ങളുണ്ട്, പക്ഷേ ഈ സ്ത്രീകൾക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം അവർക്ക് വേണ്ടി ഒന്ന് സമയം കൊടുക്കാനായിട്ട് ഈ പുരുഷന്മാർക്ക് സാധിക്കുന്നില്ല. പിന്നെ മൂന്നാമതായിട്ട് പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് വരുന്നൊരു വീഴ്ച സമ്പത്തിൻ്റെ വിനിമയമാണ്. പലപ്പോഴും സ്ത്രീകൾ അവരുടെ പല ആവശ്യങ്ങൾക്കും പുരുഷനോട് പറഞ്ഞാൽ അത് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ അവർക്കില്ല. പക്ഷെ അതുകൊണ്ട് സമ്പത്തിൻ്റെ വിനിമയത്തിൽ പോലും എന്താ പറയുക, ഒരു സുതാര്യതയും പങ്കുവെക്കലിൻ്റെ ഒരു സുതാര്യതയൊക്കെ വേണം. ഇങ്ങനെയുള്ള കുറേ പ്രാക്ടിക്കൽ കാര്യങ്ങൾ പുരുഷന്മാരെ ഇതിനോട് കൂട്ടിച്ചേർത്ത് വിചാരണം എന്താണ്, വിചാരണ കുടുംബജീവിതം നയിക്കുന്നൊരു വ്യക്തിയാണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രധാനപ്പെട്ടതാണെങ്കിലും എനിക്ക് തോന്നിയൊരു കാര്യം, വിവാഹം എന്നത് 3 പേർ ഒരുമിച്ചുള്ള ഒരു കാര്യമാണല്ലോ. ഭാര്യ അല്ലെങ്കിൽ സ്ത്രീ അധികം ഈശോ അധികം പുരുഷൻ, അല്ലെങ്കിൽ സഭ പറയുന്ന വിശുദ്ധമായ മിശിഹാനുഭവമാണ്. അപ്പോൾ ഇത് 3 പേരും ചേർന്നുള്ള ഒരു കാര്യമാണല്ലോ അത്. അപ്പോൾ പലരും വിചാരിക്കുന്ന ഇങ്ങനെ പിന്നെ വിവാഹ സമയത്ത് ഇപ്പം അച്ഛൻ നിൽക്കുന്ന പോലെ ഈശോ വന്നു ഒന്നിപ്പിച്ചു, ഈശോ പോയി. അങ്ങനെയല്ല, അന്ന് തൊട്ട് ഈശോ പുറകെ കൂടി, എമ്മാവൂസിലേക്ക് കൂടെ കൂടി എന്ന് പറഞ്ഞ പോലെ തന്നെ ഈശോ അന്ന് തൊട്ട് ഈ സ്ത്രീയുടെയും പുരുഷൻ്റെയും കൂടെ കൂടി. ഇനി ഇവരൊരാൾ മരിക്കും വരെ ഇങ്ങനെ എപ്പോഴും ഇദ്ദേഹം കൂടെ ഉണ്ട്. പക്ഷേ വിവാഹം കഴിഞ്ഞ് അതിൻ്റെ ആ ബഹളമെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ രണ്ടൊരു കാര്യം മറന്നു പോകും. പ്രധാനപ്പെട്ട ആളെ മിസ് ചെയ്യും, മറന്നു പോകും. ആര് മറന്നു പോകുന്നു അതാ പറഞ്ഞത്. ഈ വിവാഹം കഴിഞ്ഞ് 3 പേര് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അത് ഈ സ്ത്രീയിലോ പുരുഷനിലോ ആര് ഈശോയെ മറന്നു പോകുന്നു അവർ ഡിസോർഡർ കാണിച്ചിരിക്കും. അത് സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ അവർ ഡിസോർഡർ കാണിച്ചിരിക്കും. ഇനി 2 പേര് മറന്നു പോകുകയാണെങ്കിൽ ഡിസോർഡറുകളിലെ സ്ത്രീ അധികം പുരുഷൻ സമം ഈശോ സമാധാനമാണ്, സ്ത്രീ അധികം പുരുഷൻ സമയം അടിയും പിടിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് മനസ്സിലാകുന്നത്? ഇങ്ങനെ അടിയും പിടിയും ബഹളമായിട്ട് ഇവർ ധ്യാന സെൻ്ററിലേക്ക് ഒരുമിച്ച് ചെല്ലുന്നു, അവിടെ പോയി ധ്യാനം കൂടുന്നു, അവർ മിസ് ചെയ്ത് ഈശോയെ കൂടുന്നു, പിന്നെ സമാധാനമായി. ധ്യാനത്തിൽ പോയതുകൊണ്ടല്ല സമാധാനം കിട്ടിയത്, അവിടെ ഇവർ മിസ് ചെയ്ത ആളെ കൂടെ കിട്ടിയതുകൊണ്ടാണ്. അവിടെ ഇപ്പോൾ നമ്മളീ അച്ഛൻ പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരിക്കും ഈശോയോട് സ്നേഹബന്ധമായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഭർത്താവിൽ രൂപപ്പെടും. അച്ഛൻ പറഞ്ഞ പോയിന്റുകളെല്ലാം, അല്ലെങ്കിൽ ഭാര്യയിൽ രൂപപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ഈശോ പ്രത്യേകിച്ച് കത്തോലിക്കരെ സംബന്ധിച്ച് വിവാഹം ഒരു ഉദാശയായിരിക്കുന്നത് കൊണ്ട് ഈശോയോട് ബന്ധമില്ലാത്ത ഭർത്താവിനോടോ ഭാര്യയോടോ ഈ പറഞ്ഞ ഉപദേശം കൊടുത്താലൊന്നും കുറച്ച് ദിവസത്തേക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല കത്തോലിക്ക വിവാഹം എന്നുള്ളത്, കൂതാശയായിരിക്കുന്നതുകൊണ്ട്. നമ്മളതുകൊണ്ട് യഥാർത്ഥമായിട്ട് ഈ സ്ത്രീയോടും അല്ലെങ്കിൽ ഭർത്താവിനോടും ഭാര്യയോടും നിങ്ങളുടെ ഈശോയെ, നിങ്ങൾ വിവാഹത്തിൽ സ്വീകരിച്ച ഈശോയെ മുറുകെ പിടിക്കുക, അവനിലേക്ക് വളരുക, അവൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. അതാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കേണ്ടത്. എൻ്റെ ഒരു ബോധ്യം അതാണ്. ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഞാനിപ്പം വീട്ടിൽ എനിക്ക് പറഞ്ഞൊരു ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഞാനിവരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം ഇവർക്ക് വേണ്ടിയല്ല, എൻ്റെ ഉള്ളിൽ ഞാൻ ബോധ്യപൂർവ്വം ചെയ്ത കാര്യം. അത് എൻ്റെ ഈശോയോടുള്ളൊരു സ്നേഹം ഞാനത് പ്രകടിപ്പിക്കുന്ന രീതിയാണ് ഇവരോടുള്ളത്. അപ്പം നമ്മളിപ്പോൾ അത് ഇവരോട് മാത്രമല്ല, നമ്മൾ മനുഷ്യനെ
അച്ഛൻ തന്നെ ഓർത്ത് നോക്കി, അച്ഛൻ ചിലരെ ആത്മാർത്ഥത സ്നേഹിച്ച് നോക്കി. അച്ഛൻ തന്നെ ജീവിതം കൊടുത്ത് സ്നേഹിക്കാൻ പോയി കഴിഞ്ഞാലും അച്ഛൻ്റെ ഉള്ളിലെ ആത്മാർത്ഥതയുടെ 100 പോലും അവർക്ക് മനസ്സിലാകുകയില്ല. അച്ഛൻ കമ്മ്യൂണിറ്റി താമസിക്കുന്ന അച്ഛൻ അറിയാം എന്തുമാത്രം ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ഉള്ളിൽ കാണിക്കുന്ന ആരുടെ കുഴപ്പമല്ല, അത് മനുഷ്യനായിരിക്കുന്നതുകൊണ്ടാണ്. നേരെ മറിച്ച് നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത ഓരോ കണിയെ പോലും ഈശോയ്ക്ക് മനസ്സിലാവും. എൻ്റെ നാമത്തിൽ ഒരു പാത്രം പച്ചവെള്ളം കൊടുക്കുന്നവരെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുടുംബത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഭാര്യയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ചെയ്താലോ? ഇവർക്ക് ആർക്കൊന്നും മനസ്സിലായില്ലെങ്കിലും പറഞ്ഞു വരുന്നത് ഓരോ ഭർത്താവും ഏറ്റവും കൂടുതലായിട്ട് കർത്താവിനെ സ്നേഹിക്കട്ടെ, ഭാര്യ കർത്താവിനെ സ്നേഹിക്കട്ടെ. അപ്പം യഥാർത്ഥത്തിൽ ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ചു തരും, ഭാര്യയോട് എങ്ങനെ ഭർത്താവിനെ സ്നേഹിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ചു തരും. കൂടെ ഒന്നും ഉണ്ട്, ഇനി മറ്റേ ആൾ സ്നേഹിച്ചില്ല ഇവർ കുഴപ്പമില്ല. നല്ല ആട്ടിറച്ചി എന്നാ പറയുന്നത്, മട്ടൺ കഴിച്ച് സുഭിക്ഷമായിട്ടിരിക്കുന്ന വ്യക്തിക്ക് കാന്താരമുളക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമല്ലോ ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ സമാധാനത്തിൻ്റെ വ്യക്തിയെ സംബന്ധിച്ച് മനുഷ്യൻ സ്നേഹം കിട്ടിയില്ലെങ്കിൽ കൂടി ആ വ്യക്തിക്ക് അതൃപ്തി ഉണ്ടാകുകയില്ല. ആ വ്യക്തി ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച വ്യക്തി പിന്നെ ഒരു നൽകലിൻ്റെ പ്രക്രിയയിലാണ്, സ്വീകരിക്കലിൻ്റെ പ്രക്രിയയല്ല. നമ്മൾ കുടുംബങ്ങൾ പലപ്പോഴും ഇങ്ങനെ, ഞാൻ ചിലപ്പോൾ നാടൻ ഭാഷയിൽ പറയുന്നത് 2 യാചകർ തമ്മിലുള്ള ഒന്നുചേരലാണ് വിവാഹം. സ്നേഹം തായോ. അപ്പോൾ ദൈവത്തെ അറിഞ്ഞ വ്യക്തി കൊടുക്കാനുള്ള ശ്രമത്തിലാണല്ലോ, കൊടുക്കുന്നതിലേ അയാൾക്ക് സന്തോഷം. ഇങ്ങോട്ടൊരു യോജിപ്പല്ല, ഒരു ചെറിയ വിശദീകരണം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം, ബൈബിളിൽ നിന്ന് തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിക്ക് മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞതിനോടൊരു അല്പം ഈ ചോദ്യത്തിനൊരു ക്ലാരിറ്റി തരേണ്ടതുണ്ട്. അതായത് ശരിക്കും ആദത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതും ദൈവത്തോടു കൂടിയായിരുന്നു, അവർ ഒരുമിച്ച് നടക്കായിരുന്നു. എന്നിട്ടും ആദത്തിനൊരു ഹവ്വയെ കിട്ടിയപ്പോഴാണ് നീ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും എന്ന് പറഞ്ഞ് ആദം സന്തോഷിക്കുന്നത്. അപ്പോൾ അവനൊരു പൂർണ്ണത കിട്ടാൻ വേണ്ടി അത് വേണമായിരുന്നു. അപ്പം ദൈവസ്നേഹം കൊണ്ട് മാത്രം തൃപ്തി അടയുന്നൊരു ഹൃദയമല്ലല്ലോ, മനുഷ്യസ്നേഹവും നമുക്ക് ആവശ്യമില്ലേ? അത് കുറച്ചുകൂടി നല്ല രീതിയിൽ ഈശോ തന്നെ പറഞ്ഞ വചനമുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവാൻ. ആ ഒരു കൽപ്പനയെക്കുറിച്ച് ഞാൻ പലപ്പോഴും പറയുന്നത്, അതിന് പലപ്പോഴും നമ്മൾ പരസ്നേഹ കൽപ്പന എന്നാണ് വ്യാഖ്യാനിക്കുന്നതെങ്കിലും അത് പരസ്പര സ്നേഹ കൽപ്പനയാണ്. സ്നേഹം കൊടുക്കുക, മേടിക്കുക, അതായത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആ ഒരു സ്വഭാവം പോലെ തന്നെ കുടുംബം അങ്ങനെ തന്നെയാണല്ലോ, സ്നേഹം കൊടുക്കുകയും മേടിക്കുകയും ചെയ്യുക. ഞാൻ പറഞ്ഞ ആശയം ഇതാണ്, അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ദൈവം വിഭാവനം ചെയ്തിരിക്കുന്നതെങ്കിലും ഇതാ കുടുംബത്തിൽ സംഭവിക്കേണ്ടത്. പക്ഷെ മറ്റയാൾ തരുന്നില്ലെങ്കിൽ മറ്റേയാൾ തരാത്ത സ്നേഹം കൂടി തരാൻ ഈശോയ്ക്ക് പറ്റും. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കൽ സൈഡിലേക്ക് വന്നാൽ ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് ഈ സ്നേഹം ജീവിക്കേണ്ടതെന്നൊരു സഭയുടെ കാഴ്ചപ്പാടിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയായിരുന്നെങ്കിൽ കേൾവിക്കാർക്ക് അതൊരു ഉപകാരമായിരുന്നു. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താണ് പറയുന്നത്, ഇപ്പം കുടുംബത്തിൽ ഇപ്പോൾ പിന്നെ പൊതുവായ ചില കാര്യങ്ങൾ കുടുംബങ്ങളുണ്ടെങ്കിൽ തന്നെയും ഓരോ കുടുംബത്തിൻ്റെ കാരണം ഇപ്പം കുടുംബത്തിൽ ഭർത്താവിൻ്റെ ജോലി, ഭാര്യയുടെ ജോലി, മക്കൾ പഠിക്കുന്നതാണോ, മക്കൾ ജോലി ചെയ്യുന്നവരാണോ, കുടുംബത്തിൻ്റെ സാമ്പത്തിക നിലവാരം, അങ്ങനെ പല പല കാര്യങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ ആ സ്നേഹം പരിശീലിക്കുന്ന കാര്യങ്ങളിലും ഇപ്പം നമ്മൾ പൊതുവെ പറയാവുന്നത് കണ്ടു കഴിയുമ്പോൾ ഭർത്താവിനെ കണ്ടു കഴിയുമ്പം ഭാര്യ ചിരിച്ച് കാണിക്കുന്നു, ഭാര്യ കണ്ടു കഴിയുമ്പോൾ ഭർത്താവ്, അല്ലെങ്കിൽ ജനറലായിട്ട് കുറച്ച് പറയാം, ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ ഭാര്യ നിറവേറ്റി കൊടുക്കുന്നു, ഭർത്താവിന് തിരിച്ച് അങ്ങനെ പറയുന്നു. ഇതൊക്കെ ജനറലായിട്ടുള്ള കാര്യങ്ങളാണ്. പേഴ്സണലായിട്ട് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഈ കുടുംബ പശ്ചാത്തലം അനുസരിച്ചായിരിക്കും ഈ സ്നേഹത്തിൻ്റെ വരേണ്ടത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വ്യക്തിപരമായൊരു ചോദ്യമാണ്. ഞാനൊരിക്കലും ഇവിടെ വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന കണ്ടു. അത് എന്താണ് അതിൻ്റെ പിന്നിലെ എന്താണത് ആ ഒരു കാര്യം? ഇടയ്ക്ക് പിന്നെ ഒരു 6-7 മാസം മുമ്പ് ഒരു അച്ഛൻ വന്നു. നിർഭാഗ്യവശാൽ അച്ഛനെ ഒരു വർഷം നമ്മളൊക്കെ പണ്ട് പിന്നെ കണ്ടതാണ് ചാനലിൽ കൂടി, പോക്സോ കേസിൽ പെടുത്തി അച്ഛനെ അങ്ങനെ ജയിലിൽ അടച്ചപ്പോഴും അച്ഛൻ ജയിലിലാണ് 8-10 വർഷമായിട്ട്. അപ്പോൾ ജയിലിൽ വെച്ച് അച്ഛൻ നമ്മളൊരു പുസ്തകം വായിക്കാൻ വേണ്ടി കിട്ടി. അച്ഛൻ അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അന്ന് ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ നമ്മളെ കാണണമെന്ന് ആഗ്രഹിച്ച് അച്ഛൻ അങ്ങനെ വന്നതാണ്. അച്ഛനും കൊണ്ട് വേറൊരു അച്ഛനും കൂടി വന്നു. അപ്പോൾ ഇതുപോലെ ഞങ്ങളൊരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ജയിലിൽ 2 നമ്മൾ തീവ്രവാദികൾ എന്ന് പറയുന്ന 2 ആൾക്കാരുണ്ടല്ലോ, സഹോദരന്മാർ, അവർ അവരൊരുമിച്ചൊരു പ്ലേറ്റിൽ കഴിക്കുന്നു പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, തീവ്രവാദികൾ പോലും തങ്ങളെ സ്നേഹിക്കുന്നവരെ, ഈശോയ്ക്ക് പറഞ്ഞത്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ, അപ്പോൾ ഒരേ ആശയക്കാർക്കാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.
ഒരേ ആശയക്കാർക്ക്, ഒരേ കാഴ്ചപ്പാടുള്ളവർക്ക്, ഒരേ ദർശനങ്ങളുള്ളവർക്ക് ഏക മനസ്സായിരിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം ദൈവത്തിൻ്റെ പ്രത്യേക കൃപ കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ സാധിക്കുന്നു എന്നതിൻ്റെ ഒരു അഭിനയിക്കുന്നില്ല. കാരണം ഇത് തുടങ്ങിയിട്ട് ഇപ്പം തുടങ്ങിയതല്ല, വിവാഹം കഴിച്ച നാളത്ത് തുടങ്ങിയതാണ്. ചുരുക്കം ചില കേസുകൾ ഒഴിച്ച് ബാക്കിയൊന്നും ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കത്തുള്ളൂ. ഒരിക്കലും ഇവിടെ വന്നൊരു വചനപ്രഘോഷം, അദ്ദേഹം ഇസ്ലാം മതത്തിൽ നിന്ന് കത്തോലിക്കാ സഭയിലേക്ക് വന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞ് കത്തോലിക്കാ സഭയിലേക്ക് വന്നതിന് ശേഷം അനേക വർഷങ്ങളായി ആദ്യമായിട്ടാണ് കത്തോലിക്കാ സഭയിലെ കുടുംബത്തിൽ, ഞങ്ങൾ ഇസ്ലാം മതത്തിലുണ്ട് ഇങ്ങനെ കഴിക്കാറുണ്ട്, കത്തോലിക്കാ സഭയിലെ കുടുംബത്തിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് ആദ്യമായിട്ടാണ് കണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു കഴിഞ്ഞൊരു എപ്പിസോഡിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരേ ടേബിളിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അത് സ്നേഹത്തിൽ വർദ്ധിപ്പിക്കുന്നു. ഒരു പ്ലേറ്റിലായി കഴിഞ്ഞാലോ കുറച്ചുകൂടി അതെ. ഞങ്ങൾ ചിലപ്പോൾ ഇനി ചെയ്യാറുള്ളത് പിള്ളേരും കൂടി എടുത്തു ഒരു വലിയ പ്ലേറ്റ് എടുത്തിട്ട് ഒരുമിച്ച് ഞങ്ങൾ 4 പേരും കൂടി ഒരു പ്ലേറ്റ് ഇരുന്ന് അങ്ങനെ കഴിക്കും. അതൊരു അതൊരു ചെറിയ കാര്യമായിട്ട് തോന്നുമെങ്കിൽ തന്നെയും അത് സ്നേഹം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണത്. ആ രീതിയിൽ സ്ഥിരമായിട്ടൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും പറ്റുന്നില്ല, ഒത്തിരി നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയിട്ടോ നമുക്ക് ഒരു പ്ലേറ്റ് കഴിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ലെങ്കിൽ കഴിക്കാനായിട്ട് സമയത്തെങ്കിലും നമ്മൾ ആ വഴക്ക് ഇത് മാറ്റി കളയണ്ടേ? തീർച്ചയായും. അപ്പോൾ ഒരു കൊച്ചു ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ചോദ്യം ഇതാണ്: മനുഷ്യനെല്ലാവരും കുറ്റങ്ങളും കുറവുകളും ഉള്ളവർ, ആരും പൂർണ്ണരല്ല. അപ്പോൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമോ? അതായത് നമ്മുടെ ജീവിത പങ്കാളിയിൽ എന്തായാലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും, ഉറപ്പല്ലേ? മനുഷ്യനാണ്, പല ജീവിത സാഹചര്യങ്ങളിൽ വളർന്നു വന്നവരാണ്, 2 ജീവിത സാഹചര്യങ്ങളിൽ വളർന്നു വന്നവരാണ് കല്യാണത്തിലേക്ക് വരുന്നത്. പിന്നെ അവരുടെ രണ്ടുപേരെയും കാഴ്ചപ്പാടുമൊക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഈ കുറ്റങ്ങളും കുറവുകളും കാണുമ്പോൾ സ്വാഭാവികമായും മനുഷ്യ പ്രകൃതിയിൽ നമുക്ക് അസ്വസ്ഥതയുണ്ടാവും. അപ്പോൾ അസ്വസ്ഥതയുണ്ടാകുമ്പോൾ ഒന്നെങ്കിൽ ദേഷ്യമായിട്ട് നമ്മൾ പ്രകടിപ്പിക്കും, അല്ലെങ്കിൽ അകലിച്ചയായിട്ട് പ്രകടിപ്പിക്കും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുന്ന ദമ്പതികളിൽ ഈ പോരായ്മകൾ, കുറവുകൾ, സോക്കോൾഡ് കുറവുകൾ, അതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അതായത് കുടുംബജീവിതം നയിക്കുന്ന എന്നെ സംബന്ധിച്ചും സഭയുടെ വിശ്വാസം ഞാൻ വിചാരിക്കുന്നത്, നമ്മളൊരു ഈ കൂടത്തിലുള്ളത് ഭാര്യ അല്ലെങ്കിൽ മക്കൾ എന്നുള്ള ലെവൽ കഴിഞ്ഞ് ഈശോയിൽ കൂടിയുള്ളൊരു ബന്ധത്തിലേക്ക് നമ്മൾ അന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ഭാര്യയെ സ്നേഹിക്കാൻ ശ്രമിക്കാറില്ല, മക്കളെ സ്നേഹിക്കാൻ ശ്രമിക്കാറില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് തിരിച്ചറിഞ്ഞ് പറയേണ്ടത്, അവരോട് ചോദിക്കേണ്ടത്, എൻ്റെ കുറവുകളെക്കുറിച്ച് ചോദിക്കേണ്ടിയിരുന്നത്. ഇപ്പം അത് പ്രശ്നമായിപ്പോയി. അപ്പം മനുഷ്യരായിരിക്കുന്നതുകൊണ്ട് കുറവുള്ളത് കൊണ്ട് അത് നമ്മൾ എവിടുന്നാണ് കാണുന്നത്? അത് നമ്മൾ ദൈവകരങ്ങളിൽ നിന്നാണ് കാണുന്നത്. ദൈവം അനുവദിക്കുന്ന കാര്യങ്ങളായിട്ടാണ് കാണുന്നതിനെ. അപ്പോൾ അതിനെ നമ്മൾ ഇപ്പോൾ ഈശോ നേരിട്ട് എന്നെ ഞുള്ളിപ്പറിച്ച് കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ സ്വാഭാവികം നമുക്ക് അതായത് ഈശോ ചെയ്യുന്നതെല്ലാം നല്ലതാണെന്നുള്ളതും അതാരിൽ കൂടി വന്നാലും അപ്പോൾ നമ്മൾ ആ രീതിയിൽ നമ്മളെ ആ ഒരു ഈശോയുടെ കണ്ണിൽ കൂടി അല്ലെങ്കിൽ ഈശോ ആയിരുന്നുള്ള ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നൊരു കാഴ്ചപ്പാടിൽ കൂടി മാത്രമാണ് അത്. ആ ഒരു കാഴ്ചപ്പാടിൽ എവിടെയൊക്കെ എനിക്ക് വീഴ്ച വരുന്നുണ്ടോ അതാണ് എൻ്റെ പാവമായിട്ട് ഞാൻ കരുതുന്നത്. അല്ല അവരുടെ കുറവിനെക്കുറിച്ചല്ല എൻ്റെ ചിന്ത വരുന്നത്. ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ കുറവുള്ള സമയത്ത് അതിനെ ഈശോയുടെ കണ്ണിൽ കൂടി കാണാൻ പറ്റിയില്ലല്ലോ, അല്ലെ നമ്മൾ മാനുഷികമായിട്ടാണല്ലോ അതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ള വീഴ്ചയാണ് അവർ വഴിയുള്ള വീഴ്ചയേക്കാൾ ഉപരിയായിട്ട് എന്നെ എപ്പോഴും അസ്വസ്ഥപ്പെടുത്തുന്നത്. പിന്നെ ദൈവം ഒരു കൃപയായിട്ട് എനിക്ക് തന്നൊരു കാര്യം, അതിപ്പോൾ അവരുമായിട്ട് മാത്രമല്ല, ഇപ്പോൾ ആരുമായിട്ടൊരു പ്രശ്നം ഉണ്ടായാൽ തന്നെയും അത് ശാന്തമായിട്ടിരുന്ന് കഴിയുമ്പോൾ ആ പ്രശ്നത്തിൽ എൻ്റെ ഭാഗത്തുള്ള കുറവ് എന്തായിരുന്നു എന്ന് നോക്കാനുള്ളൊരു കൃപ ഇങ്ങനെ ഈശോ തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവസാനത്തെ ഒരു കണക്കെടുപ്പിൽ നമ്മുടെ ഭാഗത്ത് തന്നെ നിൽക്കും. നമ്മുടെ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ ഇത്രയും കൂടെ ചെയ്യാമായിരുന്നെങ്കിൽ. എനിക്കിപ്പോൾ ഇവരുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ ഇത്രയും വർഷക്കാലത്തെ എൻ്റെ ഒരു മനസ്സിൻ്റെ വിഷമം ഇവരെ സ്നേഹിക്കേണ്ട രീതിയിലും ഇവരോട് കരുണ കാണിക്കേണ്ട രീതി എനിക്ക് പറ്റിയിട്ടില്ല എന്നുള്ള, അല്ല ഇവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല എൻ്റെ ഉള്ളത്. അങ്ങനെ എൻ്റെ മനസ്സിൽ ഓർമ്മകളിലുമില്ല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. മറിച്ച് കാരണം നമ്മളുടെ അസ്തിത്വ ലക്ഷ്യമാണല്ലോ സ്വർഗസ്ഥനായ പിതാവിനെ പോലെ കരുണയുള്ളതായിട്ട് മാറുക എന്നുള്ളത്. അതിൽ നമുക്കുള്ള പാഠപുസ്തകങ്ങളായിട്ട് വരുന്ന സംഭവങ്ങളും വ്യക്തികളൊക്കെയാണ്. നമുക്ക് ശരിക്കും അതിനെ ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് കാര്യം മനസ്സിലായി കാണും. ഞാൻ വിവാഹ ജീവിതം നയിച്ചാലും സന്യാസ ജീവിതം നയിച്ചാലും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, സ്വർഗസ്ഥനായ പിതാവിനെ പരിപൂർണ്ണമായി തീരുക, സ്നേഹത്തിൽ കരുണയിൽ പരിശുദ്ധരായി തീരുക. അതിനുള്ള പാഠപുസ്തകങ്ങളും എലമെൻസേ ഉള്ളൂ, മറ്റു ചുറ്റുപാട് കാര്യങ്ങൾ. അതിന് നമ്മളിങ്ങനെ എടുത്ത് ഭാര്യയെന്നോ മക്കളെന്നോ അല്ലെങ്കിൽ സഹോദരങ്ങളെന്നോ എന്നൊക്കെ നമ്മൾ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല കാര്യത്തിൽ. ഇതെല്ലാം നമ്മുടെ മുന്നിലേക്ക് ഓരോ ദിവസം ദൈവം കൊണ്ടുവരുന്ന ഓരോ സാധ്യതകളാണ് നമ്മളുടെ നിത്യജീവിതത്തിലേക്കുള്ള ലക്ഷ്യം പൂർത്തിയാക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ എന്നെ കാണുന്നത്. നമുക്ക് ഏതായാലും ഈ ഒരു ചിന്തയുടെ
അവസാനത്തിലേക്ക് വരാമെന്ന് തോന്നുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുടുംബജീവിതം ദൈവത്തിൻ്റെ പദ്ധതിയിൽ കാണുമ്പോൾ സ്വർഗം പോലെ തന്നെ മനോഹരമാണ് അല്ലേ? ഭൂമിയിലെ സ്വർഗമാണൊരു കുടുംബം. ശുദ്ധീകരണ സ്ഥലമായിട്ട് കണ്ടാൽ മതി ഇപ്പം. അതെ, എല്ലാം നമ്മളായിരിക്കുമ്പോഴേ, കാരണം ഇതൊരു പരസ്പരം അതാ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശുദ്ധീകരണ സ്ഥലമാണ്. ഭർത്താവിനും ഭാര്യയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടേ ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ പൂർണ്ണത അനുസരിച്ച് ആ ദൈവികമായ ആനന്ദം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നുള്ളത്. നമുക്ക് ഇതിനകത്ത് നമ്മൾ ഈശോയെ മിസ് ചെയ്യുന്നത്, നമ്മൾ ഇടയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ, അത് ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ മക്കളാകട്ടെ, ആര് ഈശോയെ മിസ് ചെയ്യുന്നു അതാണ് ഏറ്റവും വലിയ ദുരന്തം. മറ്റു കുടുംബങ്ങളിൽ സംഭവിക്കുന്ന മറ്റു കാര്യങ്ങളല്ല വിഷയം ഇതിനകത്തുള്ളത്. നമ്മൾ വിഷയം സ്ത്രീ പുരുഷ സമത്വമായിരുന്നു. പക്ഷേ നമ്മളതിനെ ദൈവം പരിശുദ്ധാത്മാവ് നയിച്ച് അതിനെ അത് ശരിയായിട്ട് പ്രാക്ടീസ് ചെയ്യപ്പെടേണ്ട സ്ഥലമായ കുടുംബത്തിലേക്ക് തന്നെ ദൈവം നമ്മളെ കൊണ്ട് എത്തിച്ചു. അപ്പോൾ നമുക്ക് എല്ലാ കുടുംബങ്ങളും ഈശോയാൽ നിറയാൻ, ഈശോയുടെ അനുഗ്രഹത്താലും ഈശോയുടെ അനുഭവത്താലും നിറയാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം അല്ലേ? സ്ത്രീയും പുരുഷനും ദൈവത്തിൻ്റെ പദ്ധതിയിൽ അവർ ശ്രേഷ്ഠരാണ്. അവരൊരുപോലെ ദൈവാനുഗ്രഹം നിറഞ്ഞവരും ദൈവാഭിഷേകം നിറഞ്ഞവരുമാണ്. എന്നാൽ രണ്ടുപേർക്കും രണ്ട് വ്യത്യസ്തങ്ങളായ റോളുകളാണ് നൽകിയിരിക്കുന്നത്. അവരവരുടെ റോളുകൾ ദൈവത്തിൽ ആശ്രയിച്ച് അവർ പൂർത്തിയാക്കുമ്പോൾ എല്ലാ കുടുംബവും ദൈവികമായി തീരും. അതിനുള്ള കുടുംബം മാത്രമല്ല, സഭയിലെ സ്ത്രീ പുരുഷ ബന്ധങ്ങളും ദൈവികമായി തീരും. അപ്പോൾ അതിനുള്ള അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.